യെസ്, അങ്ങനെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന ക്രിസ്തുമസിന്റെ ദിനങ്ങൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. ദ ജോയ് ഓഫ് വെയിറ്റിംഗ്, കാത്തിരിപ്പിന്റെ ആനന്ദം മനുഷ്യനെ ചരിത്രങ്ങളോളം പഠിപ്പിച്ചു തന്ന ഒരു ദിവസങ്ങളാണ് ക്രിസ്തുമസും ക്രിസ്തുവിന്റെ ജനനവും. എങ്ങനെയാണെന്നല്ലേ, പഴയ നിയമം മുതലേ നമുക്കറിയാം, ഒരു വലിയ ജനത രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിന് ഒരു ആനന്ദമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറക്കാൻ പോകുന്നു. വളരെ പ്രതീക്ഷയുടെ ഒരു ആനന്ദം. ആ ആനന്ദത്തിന്, ആ പ്രതീക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഈശോ 2025 വർഷങ്ങൾക്ക് മുൻപ് ഈശോ ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ചത്. ആ തിരുപ്പിറവിയുടെ മഹാജൂബിലി വർഷമാണ് 2025 ഡിസംബർ 25 നമ്മൾ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിലും ദ ജോയ് ഓഫ് വെയിറ്റിംഗ്, കാത്തിരിപ്പിന്റെ വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. എന്നാൽ ഈ കാത്തിരിപ്പിന്റെ വലിയ സന്തോഷം നമുക്ക് എങ്ങനെ ലഭിക്കും? അതിനായി നമ്മുടെ ഉള്ളിലും ക്രിസ്തു ജനിക്കേണ്ടതുണ്ട്. രക്ഷകനെ കാത്തിരിക്കുന്ന ജനത്തിന്റെ ഉള്ളിൽ, ജനത്തിന് ഇടയിൽ ക്രിസ്തു ജനിച്ചപ്പോൾ അവർക്ക് കാത്തിരിപ്പിന്റെ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിച്ചു. അവരിലുള്ള വിശ്വാസവും പ്രതീക്ഷയുമാണ് കാത്തിരിപ്പിന്റെ ആനന്ദത്തിന് ആഴം കൂട്ടിയതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പുണ്ടോ? ഈ ക്രിസ്തുമസിന് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവായി മാറിയ പലരും കാത്തിരിപ്പുണ്ട്. വീട്ടിൽ അപ്പനും അമ്മയാവാം, നമ്മുടെ കൂട്ടുകാരാകാം, സുഹൃത്തുക്കളാകാം. നമ്മൾ ഒരുപാട് പേരെ കാത്തിരിക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ കാത്തിരിക്കുന്നവരോട് കൂടെ നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നും മറക്കല്ലേ, പുൽക്കൂട്ടിലെ ഉണ്ണിയേശു ഇപ്പോഴും ദ ജോയ് ഓഫ് വെയിറ്റിംഗിലാണ്, നമ്മളെ കാത്തിരിക്കുകയാണ്. എന്നാണ് നമ്മൾ ഓരോരുത്തരും ആ ഉണ്ണിയേശുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ഓർത്ത്